ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്ന ശൈത്യ സന്തോഷ് ഒരു വീഡിയോ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ ശൈത്യ പറയുന്ന കാര്യങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോനധികം ക്ലാരിറ്റി ഉണ്ടാവില്ല, കാരണം വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ടുള്ള സംഭവങ്ങളൊന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല. ഞാൻ റെക്കോർഡ് ചെയ്യുന്ന സ്ഥലത്തല്ലാത്തത് കൊണ്ട് നോർമൽ ക്യാമറയിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. വലിയ ശബ്ദമോ കാര്യങ്ങളോ അല്ലെങ്കിൽ പറഞ്ഞ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അഡ്ജസ്റ്റ് ചെയ്യുക എല്ലാവരും. ജസ്റ്റ് ഒരു കാര്യം പറയാനാണ്. അപ്പോൾ നമുക്ക് ആദ്യം ശൈത്യ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ആ ഒരു വീഡിയോ ഫസ്റ്റ് ഒന്ന് കാണാം. അതിനുശേഷം നമുക്ക് അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനു സാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനു സാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാരിനോട്. മാരാര് പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാര് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. മാരാരിരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം. എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ഒരു വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനകത്ത് ശൈത്യ സംസാരിക്കുന്ന സമയത്ത് അഡ്വക്കേറ്റ് ശൈത്യ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആയതിൻ്റെ പേരിലും സോഷ്യൽ മീഡിയയിൽ ഇത്രയും നാൾ സജീവമായിട്ട് ഈ പറയുന്ന എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്തൊരു വ്യക്തി എന്നുള്ള രീതിയിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ട്രോള് വരുമെന്ന് ശൈത്യക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ട്രോള് വരുമെന്ന് അറിഞ്ഞിട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് കാണിച്ച ആ ഒരു ചങ്കൂറ്റം അതെനിക്കിഷ്ടപ്പെട്ടു. ദെൻ നമ്മൾ ഈ ഒരു വീഡിയോനെ ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യം, ശൈത്യ ഇതിൽ പറയുന്നത് PR വിനുസാറിനാണ് ഫസ്റ്റത്തെ എൻ്റെ താങ്ക്സ്. അതായത് അനുമോള ബിഗ് ബോസ് ഹൗസിൽ വിജയിപ്പിച്ചെടുത്ത PR വിനുസാറിനാണ് ഫസ്റ്റ് എനിക്ക് താങ്ക്സ് പറയാനുള്ളത്. ശൈത്യയുടെ കയ്യിൽ നിന്നും 1.5 ലക്ഷം രൂപയാണ് PR വിനു PR ചെയ്യാനായിട്ട് വാങ്ങിയത്. അപ്പം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും, അനുമോളുടെ PR ചെയ്തതും ശൈത്യയുടെ PR ചെയ്തതും ഇതേ വിനു തന്നെയാണ്. അനുമോളും ശൈത്യം ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയ കണ്ടസ്റ്റൻസുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും അനുമോൾ എന്തുകൊണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജേതാവായി, അതുപോലെ തന്നെ ശൈത്യ എന്തുകൊണ്ട് അവിടെ പരാജയപ്പെട്ടു, അതിൻ്റെ റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങോട്ട് പറയാം. ശൈത്യ ബിഗ് ബോസ് ഹൗസിൽ ഒരു മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല, ഒരു കുന്തവും ചെയ്തിട്ടില്ല. ജനങ്ങൾ വോട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്തിട്ടാണ് ശൈത്യ? ഒരു കുന്തവും ചെയ്തിട്ടില്ല. ജനങ്ങൾ കണ്ട് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അത്രമാത്രം ഒരു കണ്ടന്റും കൊടുത്തിട്ടില്ല. ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സ്ഥലത്തും ഒരു കണ്ടന്റ് പോലും കൊടുക്കാത്തൊരു കണ്ടസ്റ്റന്റിന് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്യും? ഈ ഒരു കാര്യത്തിൽ അത്രേ ചോദിക്കാനുള്ളൂ. അനുമോളുടെ കേസ് അങ്ങനെയല്ല. അനുമോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ തന്നെ അത്യാവശ്യം കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലും അനുമോൾ എന്ന് പറയുന്ന ആ ഒരു പേര് കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തുന്ന രീതിയിൽ അതിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും ജനങ്ങളായിട്ട് കണക്ട് ചെയ്യാനും പലപ്പോഴും അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അനുമോൾക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത്. അല്ല അത് ഈ പറയുന്ന PR വർക്ക് കൊടുത്തുകൊണ്ടല്ല. അനുമോളായാലും ശൈത്യ ആയാലും 1 ലക്ഷത്തിൻ്റെയോ 2 ലക്ഷത്തിൻ്റെയോ 10 ലക്ഷത്തിൻ്റെയോ PR വർക്ക് കൊടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് പോയത്. ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ PR വിന് വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന PR എന്ന് പറയുന്നത് വോട്ട് അടിച്ചു കയറ്റുന്നൊരു മിഷ്യനല്ല. ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ കയറിയിട്ട് ലക്ഷക്കണക്കിന് വോട്ടുകൾ അങ്ങോട്ട്, അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന് എത്ര വോട്ടാണ് ആ ഒരു വീക്കിൽ സേവ് ആവാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു സീസൺ വിജയിക്കാനായിട്ട് വേണ്ടത്, അത്രയും വോട്ട് അടിച്ചു കൊടുക്കുന്നൊരു മിഷ്യനൊന്നുമല്ല ഈ പറയുന്ന PR ചെയ്യുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ താമസിക്കുന്ന സമയത്ത് കൊടുക്കുന്ന ഓരോ കണ്ടന്റും വ്യക്തമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക.
ഒന്നുകൂടി പറയാം, കണ്ടന്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. അതായത് നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ കൊടുക്കുന്ന ഓരോ കണ്ടന്റ് കൊടുക്കാത്ത കാര്യം PR വർക്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന PR വർക്കേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റോബോട്ട്സ് ഒന്നുമല്ല, അവർ മനുഷ്യന്മാർ തന്നെയാണ്. നിങ്ങൾ ബിഗ് ബോസ് ഹൗസിൽ എന്താണ് ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങളെ കുറച്ചുകൂടി പോസിറ്റീവ് ആക്കി, എന്നാണ് ഈ പറയുന്ന പോലെ കുറച്ച് നല്ല രീതിയിൽ എഡിക്റ്റൊക്കെ ചെയ്ത് കുറച്ച് ഭംഗി വരുത്തി കുറച്ച് മോടി പിടിപ്പിച്ച് ഈ പറയുന്ന യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇറക്കി നിങ്ങൾക്ക് വോട്ട് പിടിക്കുന്നവരാണ് ഈ പറയുന്ന PR ടീം. പിന്നെ പലപ്പോഴും നിങ്ങൾ എവിക്റ്റായി പോവേണ്ട സാഹചര്യങ്ങളിൽ 1000-ഓ 2000-ഓ ഒക്കെ വോട്ടുകൾ ഏജൻസികളെ ബന്ധപ്പെട്ടുകൊണ്ട് കയറ്റിത്തരാനും ഈ പറയുന്ന PR ടീമുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ച് പറയാൻ പറ്റിയത്. എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല. ഈ പറയുന്ന വോട്ട് കയറ്റുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. ആ ഏജൻസികളെ അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് 1000-ഓ 2000-ഓ ഒക്കെ വോട്ട് കയറ്റിത്തരാനായിട്ട് പറ്റും. പക്ഷേ ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെയും ഓരോ വീക്കെൻഡ് എപ്പിസോഡുകളും ഈ പറയുന്ന കണ്ടസ്റ്റൻസ് വിജയിക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ വ്യത്യാസത്തിനാണ്. അവിടെ ഈ പറയുന്ന 100-ഉം 200-ഉം 1000-ഉം 2000-ഉം ഒക്കെ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അതിപ്പോൾ എത്ര ലക്ഷം രൂപയുടെ PR കൊടുത്തു കഴിഞ്ഞാലും ഇത്രയും വോട്ടൊക്കെ മാക്സിമം കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വോട്ട് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം. വോട്ട് കിട്ടണമെങ്കിൽ ജനങ്ങൾ സ്നേഹിക്കണം, അല്ലാതെ ഒരിക്കലും വോട്ട് കിട്ടി വിജയിക്കില്ല. അപ്പോൾ PR വിനുസാറിനെ കൊണ്ടുപോയിട്ട് അങ്ങ് ട്രോളി ശൈത്യ എന്താണ് അതിലൂടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കേണ്ട. അനുമോൾ ഗെയിം കളിച്ചിട്ട് തന്നെയാണ് ജയിച്ചത്. പിന്നീട് ഒരു കാര്യം ശൈത്യ പറഞ്ഞത്, PR ചെയ്ത് വിനു ജയിപ്പിച്ച അഖിൽ മാരാർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശൈത്യ അഖിൽ മാരാർ PR-ൻ്റെ അടിസ്ഥാനത്തിലാണ് വിജയിച്ചതെന്ന് പറയുന്നത്? അഖിൽ മാരാർ ഉണ്ടായിരുന്ന സീസണിൽ, അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 5-ൽ അഖിൽ മാരാറിൻ്റെ അത്രയും ക്വാളിറ്റി ഉള്ള, അല്ലെങ്കിൽ അഖിൽ മാരാർ കൊടുത്ത അത്രയും രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പോലും ഉണ്ടായിട്ടില്ല. ഏകദേശം 50 എപ്പിസോഡ് സീസൺ 5-ൽ കംപ്ലീറ്റ് ചെയ്തപ്പോൾ തന്നെ ജനങ്ങൾ വിധി എഴുതിയ വിന്നറാണ് അഖിൽ മാരാർ. ഓരോരോ കമ്മ്യൂണിറ്റി പോളുകളിലും വ്യക്തമായിട്ട് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസിനെയും ഒരുപാട് പിന്നിലാക്കിക്കൊണ്ട് ഭയങ്കര വലിയൊരു വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജയിച്ചൊരു കണ്ടസ്റ്റൻ്റാണ്. ഏകദേശം 50 എപ്പിസോഡുകൾ ബിഗ് ബോസ് ഹൗസിൽ കംപ്ലീറ്റ് ആയപ്പോൾ അവിടെ നമ്മൾ വിജയിക്കുമെന്ന് കൃത്യമായിട്ട് ഉറപ്പിച്ച വിന്നറായിരുന്നു അഖിൽ മാരാർ. അപ്പോൾ അഖിൽ മാരാർ എങ്ങനെയാണ് ശൈത്യ PR-ൻ്റെ അടിസ്ഥാനത്തിൽ ജയിക്കുന്നത്? അറിയാം, അഖിൽ മാരാർ ഒരുപാട് ചീത്ത പേരുകളും അല്ലെങ്കിൽ ഒരുപാട് ചീത്ത വിളികളും കേട്ടുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് പോയൊരു വ്യക്തിയാണ്. പക്ഷെ അഖിൽ മാരാറിൻ്റെ അപാര്യമായിട്ടുള്ള വാക്ചാതുര്യം, അതുപോലെ തന്നെ കൃത്യമായിട്ട് കൊടുക്കുന്ന കണ്ടന്റുകളും ഗെയിം കളിക്കുമ്പോൾ ഉള്ള കാൽക്കുലേഷനും അത് വ്യക്തമായിട്ട് ജനങ്ങൾ കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന അഖിൽ മാരാർക്ക് വോട്ട് ചെയ്തത്. അല്ലാതെ അതൊരു PR വിജയമൊന്നും ആയിരുന്നില്ല. ഒരൊറ്റ PR പോലും ഇല്ലെങ്കിലും അഖിൽ മാരാർ ആ ഒരു സീസൺ പുല്ല് പോലെ ജയിച്ചാനെ. കാരണം അത്രയും മികച്ച രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് പോലും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നില്ല. ഈ സീസൺ 6-ലെ ജിൻഡോൻ്റെ കേസിൽ എന്താ സംഭവിച്ചത്? ജിൻഡോ ആണ് വിജയിക്കുന്നതെന്ന് ഏകദേശം നമ്മുടെ ഫിനാലെ അടുക്കുന്ന സമയത്ത് തന്നെ എല്ലാവർക്കും അറിയായിരുന്നു. ജാസ്മിൻ ഉണ്ടായിരുന്നു, അടിപൊളി കണ്ടസ്റ്റന്റ് ആയിരുന്നു. അർജുൻ ഉണ്ടായിരുന്നു, കൊള്ളാവുന്നൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. ഇവരൊക്കെ ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിട്ട് പോലും ജിൻഡോ വിജയിക്കുമോ എന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പിച്ചൊരു കാര്യമായിരുന്നു. കാരണം ജിൻഡോനും ആ ഒരു സീസണിൽ ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഈ പറയുന്ന ജനങ്ങളായിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതാണ് അവിടെ ഈ പറയുന്ന ജിൻഡോ വിജയിച്ചത്. അവസാനമായിട്ട് ഉണ്ടായിരുന്ന സീസൺ 7, അതായത് ഇപ്പോൾ ഈ പറയുന്ന മിനിയന്നാൾ ഫിനാലെ അവസാനിച്ച സീസൺ 7-ൻ്റെ കേസിലും ഇത് തന്നെയായിരുന്നു. ജനങ്ങളായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അനുമോൾ കൃത്യമായിട്ട് വിജയിച്ചത്. അതുപോലെ തന്നെ ജനങ്ങളായിട്ട് വളരെ മികച്ച രീതിയിൽ കണക്ട് ചെയ്ത് ഗെയിം മുന്നോട്ട് കൊണ്ടുപോയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അനീഷിനും ഒരുപാട് വോട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അനുമോൾക്ക് ഒപ്പത്തിനൊപ്പം നിന്നൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. എയർപോർട്ടിലൊക്കെ വന്ന സമയത്ത് അനീഷിനെയൊക്കെ സ്വീകരിക്കാനായിട്ട് എത്രമാത്രം ജനങ്ങളാണ് അവിടെ വന്നുകൂടിയത്. കാരണം കൃത്യമായിട്ട് ജനങ്ങളെ ഗെയിമിൽ ഇഷ്ടപ്പെടുത്താനായിട്ട് അനീഷിനും കൃത്യമായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ കാണാനായിട്ട് അത്രയും പേര് ആ ഒരു എയർപോർട്ടിൽ രാത്രി 10 മണിക്കാണ് പുള്ളിക്കാരൻ ലാൻഡ് ചെയ്തത്. 10:30 പറയുന്ന എയർപോർട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ. അപ്പോൾ വരെ ജനങ്ങൾ കാണാൻ കാത്തു നിൽക്കണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇത്രയും ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് അനുമോളുടെ കാര്യം. അതുകൊണ്ട് തന്നെ ശൈത്യ ഈ പറയുന്ന 1.5 ലക്ഷമോ 2 ലക്ഷമോ 1 കോടി രൂപ കൊടുത്താൽ പോലും ശൈത്യ ബിഗ് ബോസ് ഹൗസിൽ നിന്ന നിപ്പിന് ശൈത്യയെ വിജയിപ്പിക്കാൻ സാധിക്കില്ല. ശൈത്യ കട്ടപ്പേടൊക്കെ കളി കളിച്ചാണ് ഏറ്റവും അവസാനം അനുമോളെ വിജയിപ്പിച്ചത്. അത് വേണമെങ്കിൽ പറയാം. അനുമോൾ വേണമെങ്കിൽ ഇപ്പം 42 ലക്ഷമാണ് കിട്ടിയത്. ആ ഒരു 42 ലക്ഷത്തിൽ ഒരു 10 ലക്ഷം ഈ പറയുന്ന ശൈത്യക്ക് PR വർക്കിന് കൊടുത്താലും ഒന്നും പറയാൻ പറ്റില്ല. കാരണം അനുമോളുടെ ഏറ്റവും വലിയ PR ഈ സീസണിൽ ശൈത്യയായിരുന്നു. കൃത്യമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ കയറി കട്ടപ്പേട കളി കളിച്ചു, കത്തി കുത്തി ഇപ്പുറത്തേക്കൂടി വരുന്നുണ്ടെന്ന് വരെ നോക്കി. അത്രയും കൃത്യമായിട്ട് ശൈത്യ അവിടെ കട്ടപ്പക്കളി കളിച്ചുകൊണ്ടാണ് അനുമോൾ ഈ ഒരു സീസൺ വിജയിച്ചത്. അല്ലെങ്കിൽ മിക്കവാറും അനീഷേട്ടൻ ജയിക്കേണ്ട സീസൺ ആയിരുന്നു. എന്നിട്ടാണ് അനുമോൾ ഈ പറയുന്ന ശൈത്യ ഈ പറയുന്ന വീഡിയോസൊക്കെ ഇടുന്നത്. ശൈത്യ വന്നു ഈ ഒരു കാര്യം അവിടെ ഇല്ലായിരുന്നെങ്കിൽ കൃത്യമായിട്ട് അനീഷേട്ടൻ വിജയിക്കേണ്ട ഒരു സീസൺ ആയിരുന്നു.
ശൈത്യം വന്ന അനുമോൾക്ക് കപ്പ് നേടിക്കൊടുത്തിട്ട് ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന അനുമോളുടെ PR-നെയും കുറ്റം പറയുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളതെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്